മറ്റു വാർത്തയിലേക്ക് പോയാൽ സംസ്ഥാനത്തെ LPG സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. കേന്ദ്ര നിയന്ത്രണത്തെ തുടർന്ന് സിലിണ്ടർ വിതരണത്തിൽ തടസ്സമുണ്ടായ സാഹചര്യം മുതലെടുക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന നടത്തും. യുദ്ധ സാഹചര്യം മൂലം ഏർപ്പെടുത്തിയ 25 ദിവസത്തെ ബുക്കിംഗ് പരിധി നിലനിൽക്കെ വിപണിയിലെ കൃത്രിമക്ഷേമം തടയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഗോകുൽനാഥാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ, ഈ പ്രശ്നം മറികടക്കാൻ സർക്കാർ നീക്കം ഏത് രീതിയിലാണ്? എന്താണ് മന്ത്രി GR അനിലിന്റെ മുന്നറിയിപ്പ്? റോഷ്നി, കീർത്തന, മധ്യ പശ്ചിമ പൂർവ്വ ഏഷ്യയിലുണ്ടായ യുദ്ധസമാനമായ സാഹചര്യം അല്ലെങ്കിൽ ആ യുദ്ധത്തെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് LPGക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഒറ്റത്തവണ ഈ LPG ബുക്ക് ചെയ്താൽ പിന്നീട് 25 ദിവസങ്ങൾക്ക് ശേഷമേ വീണ്ടും ബുക്ക് ചെയ്യാനാകൂ എന്നുള്ളൊരു നിയന്ത്രണം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. ആ നിയമത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ നിയമത്തെ കരുവാക്കിക്കൊണ്ട് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് വലിയ തന്നെ LPG സിലിണ്ടറുകൾ പൂഴ്ത്തി വയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആ സ്ഥിതിവിശേഷത്തെ കൃത്യമായി ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഈ നിലവിൽ കേരള ഗവൺമെന്റ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മന്ത്രി GR അനിൽ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും അതിന്റെ ഭാഗമായി നിലവിൽ ഒരു സ്ക്വാഡിനെ രൂപീകരിക്കും. ആ സ്ക്വാഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം ഓരോ ജില്ലയിലും വ്യക്തമായി നടക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. LPG പൂഴ്ത്തിവയ്പ് ഏറ്റവും അധികം നടക്കുന്നത് ഈ വാണിജ്യ മേഖലയിൽ ഉപയോഗിക്കുന്ന LPGക്കാണ്. ആ LPG സിലിണ്ടറുകൾ പലപ്പോഴും പൂഴ്ത്തിവെച്ച് അമിത വിലയ്ക്ക് ഈടാക്കി വിൽക്കുകയും അല്ലെങ്കിൽ നിലവിൽ പല സാഹചര്യത്തിലും ഇത് മറ്റ് മേഖലകളിലേക്ക് കടത്തി വിൽക്കുന്നതായിട്ടുമൊക്കെ കേരള ഗവൺമെന്റ് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഇത്തരത്തിൽ സമാനമായ പരാതികൾ പലപ്പോഴും വന്നിട്ടുണ്ട്. മെഡിക്കൽ മേഖലയിലടക്കം ഉപയോഗിക്കുന്ന LPGക്ക് വലിയ ബുദ്ധിമുട്ട് നിലവിൽ നേരിടുന്നില്ല എന്ന് ഈ പത്രക്കുറിപ്പിലൂടെ GR അനിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യം പലപ്പോഴും പൂഴ്ത്തിവയ്പ് കൊണ്ട് അല്ലെങ്കിൽ ഡൈവേർഷൻ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി എന്തായാലും നിലവിൽ ഒരു സ്ക്വാഡിനെ രൂപീകരിക്കും. ആ സ്ക്വാഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, എന്തായാലും ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന സ്ക്വാഡുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനും കൃത്യമായി മോണിറ്റർ ചെയ്യാനും മറ്റൊരു സംവിധാനം കൂടി ഏർപ്പെടുത്തുമെന്നും മന്ത്രി GR അനിൽ പത്രക്കുറിപ്പിലൂടെ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യത്തെ തുടർന്ന് സംസ്ഥാനത്തുടനീളം LPGക്ക് ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതിനെ കൃത്യമായി തന്നെ മുതലെടുക്കുന്ന ചില ആളുകൾ, ചില സംഘടനകൾ അല്ലെങ്കിൽ ചില ബിസിനസ് ടൈക്കൂണുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇത്തരത്തിൽ ഈ പൂഴ്ത്തിവയ്പുമായി മുൻപോട്ട് പോകുന്നത്. അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് പൊതുവിതരണ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ശരി, ഗ്യാസ് സിലിണ്ടറുകൾ പൂഴ്ത്തിവെച്ച് കൃത്രിമക്ഷാമം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് GR അനിൽ നൽകുന്നത്. അതിനായി പ്രത്യേക സ്ക്വാഡുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗോകുൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.